ഇപ്പോൾ സദാചാര വിചാരണ കേസിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം സൂയിസൈഡ് നോട്ട് പ്രകാരവും ഈ അവിടെ നടന്നിരിക്കുന്ന സംഭവങ്ങളെ പറ്റിയിട്ടുള്ള പിന്നീടുള്ള അന്വേഷണത്തിൽ നമ്മൾക്ക് മനസ്സിലാവുന്നത് ഇത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അതിൻ്റെ ഇടയിലേക്ക് ഇൻ്റർവ്യൂ ചെയ്ത് വന്നിട്ട് ഉണ്ടാക്കിയ പ്രശ്നങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതലായിട്ട് പരിശോധിക്കാം. കാരണം ഇതൊരു ഈ പറഞ്ഞിരിക്കുന്ന കേസിൽ നടന്നിരിക്കുന്നതിൽ ഈ കുട്ടിയുടെ ബന്ധുവായിട്ടുള്ള ആൾക്കാരുണ്ട്, അതോടൊപ്പം തന്നെ അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് വേറെ ഏതെങ്കിലും തരത്തിലേക്കുള്ള ഭീഷണികൾ ഈ കുട്ടിയെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷണത്തിൻ്റെ പിന്നീടുള്ള ഭാഗത്ത് നമ്മൾ കൊണ്ടുവരേണ്ടെന്ന കാര്യമാണ്. നമ്മൾ ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇനീഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മളും മനസ്സിലാക്കുന്നത്. പക്ഷെ അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള വ്യക്തത നമുക്ക് വരുത്തേണ്ടത്. ഈ യുവാവിന്റെ ബന്ധുക്കളെ അങ്ങോട്ട് വിളിച്ചു വരുത്തി കുറേ മണിക്കൂറിന് ശേഷമാണ് ഇങ്ങനെ അവിടുന്ന് പറഞ്ഞയച്ചതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ അങ്ങനെ എന്തെങ്കിലും ചർച്ചയോ മധ്യസ്ഥോ നടത്തിയിട്ടാണോ പറഞ്ഞയച്ചത്, അല്ല ആ പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾക്ക് ഈ കേസിൽ ഏറ്റവും പ്രധാനമായിട്ട് നേരത്തെ സൂചിപ്പിച്ച സൂയിസൈഡ് നോട്ട് പ്രകാരം ഈ റഹീസിനെ ഇവർ സ്ഥലത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നതായിട്ടും പിടിച്ചുകൊണ്ടുപോകുന്നതായിട്ടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെ പറ്റിയിട്ടുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തത വരുത്തേണ്ടുന്ന കാര്യമാണ്. അതിന് കൂടുതലായിട്ടുള്ള CCTV വിഷ്വൽസ് പോലീസ് കളക്ട് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് ആ സമയത്ത് ആരൊക്കെ തമ്മിലുള്ള കോൺവെർസേഷൻസ്, അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസിൻ്റെ രീതികൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അന്വേഷണത്തിൻ്റെ കൂടുതലായിട്ടുള്ള സമയങ്ങളിൽ നമുക്ക് ആ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി കഴിയും. ഇല്ല, ഈ കേസിൻ്റെ ഈ സംഭവത്തിന് ശേഷം റഹീസ് മിസ്സിംഗ് ആണ്, അയാൾ അബ്സ്കോണ്ടിങ് ആണ്. പക്ഷേ അയാൾ കേസിലേക്കുള്ള പ്രതിയല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ സാഹചര്യങ്ങളും സംഭവങ്ങളും വരുന്നൊരു സാഹചര്യത്തിൽ നിന്ന് അയാൾ ഇവിടെ നിന്ന് വിട്ടു നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷേ ഉടനെ റഹീസിൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. അതിൽ ഈ പ്രതികളിലേക്ക് നയിക്കുന്ന സൂചനകളാണുള്ളത്. പ്രതികളുടെ കൈവശത്ത് നിന്നാണ് പോലീസിന് ഡിവൈസസ് കിട്ടിയിട്ടുള്ളത്. അത് ഈ സുഹൃത്തിൻ്റെ ഫോണാണ്. അങ്ങനെയാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. പക്ഷെ അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ടുള്ള മെഡിക്കൽ എക്സാമിനേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ വിഷയത്തിൽ ചെയ്യേണ്ടതുണ്ട്. അവരെ ആ സ്ഥലത്ത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സദാചാര വിചാരണ കേസിലാണ് കമ്മീഷണറുടെ പ്രതികരണം പുറത്തുവരുന്നത്.